ഹായ് ഹലോ. നുണക്കുഴി എന്ന് പറയുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഥ എഴുതിയിരിക്കുന്നത് കൃഷ്ണകുമാറാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് വിനായക്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു ഷാ. സിനിമ കണ്ടിറങ്ങി. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫീൽ ആയിട്ടുള്ള ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ്. അധികം ബോറടിപ്പിക്കാതെ ലാഗ് ഒന്നും ഇല്ലാത്ത ഒരു ഫൺ ഫാമിലി സിനിമ. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഉള്ളൊരു കുട്ടികൾക്കൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു സിനിമയാണ്. സിനിമ ഏത് ഗണത്തിൽപ്പെടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രിയദർശന്റെ സിനിമകളുടെയൊക്കെ ഒരു സ്പൂഫായിട്ടൊക്കെ എനിക്ക് തോന്നി. നമ്മുടെ വെട്ടം, അതുപോലെ തന്നെ കാക്കക്കുയിൽ പോലെയുള്ള പ്രിയദർശൻ ഒരു കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരുന്ന നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച കുറെ തമാശ സിനിമകളുണ്ടല്ലോ. ഒരു ഒരു കൺഫ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറെ നുണകൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നായകനും നായികയും ഒക്കെയുള്ള അങ്ങനെ ഒരുപാട് ക്യാരക്ടറൊക്കെ വരുന്ന കുറച്ച് സിനിമകളുടെയൊക്കെ ആ സിനിമകളുടെയൊക്കെ ഒരു ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതിലേക്ക് ആ പക്ഷേ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 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 ഭയങ്കരമായ ഒരു സിനിമ എന്ന് ഞാൻ പറയില്ല. ഓക്കെ ഫീൽ തരുന്ന, അത്യാവശ്യം കണ്ടിരിക്കാൻ കഴിയുന്ന കുറച്ച് തമാശകൾ. എല്ലാ തമാശകളും വർക്കായിട്ടില്ല, വർക്കാവാതെ പോകുന്നതിന്റെ കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് വശങ്ങളിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം. കുറച്ച് തമാശകളൊക്കെ വർക്കുമായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഒട്ടും മോശമല്ലാത്ത ഓക്കെ ഫീൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെഗറ്റീവ് സൈഡിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുന്നോടിയായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൽ കാസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഉള്ള നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നോക്കി കഴിഞ്ഞാൽ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ പുള്ളി ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പെർഫോമൻസിനാണ്. അപ്പോൾ ഈ സിനിമയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാസ്റ്റിംഗ്. നമ്മളൊരു ഒരു സിനിമക്കകത്ത് ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവിഹിതം നടത്തുന്ന രണ്ടുപേര്, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് പറ്റിയ കാസ്റ്റിംഗ് ആണ്. ഗംഭീര കാസ്റ്റിംഗ് ആണ്. ആ ഗംഭീര കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നത് ബേസിലും ഗ്രേസ് ആന്റണിയും. ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഇരുവർക്കുമാണ്. ഗ്രേസ് പൊള്ളിച്ചിട്ടുണ്ട്. നമ്മള് റോഷാക്കിലെ അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ നല്ല കാലിബർ ഉള്ള ഒരു നടി ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ട് കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ബേസിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഫൺ പരിപാടിയൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിദ്ദിഖ് പക്ഷെ എല്ലാ സിനിമകളിലും സിദ്ദിഖിന്റെ പെർഫോമൻസ് നമ്മൾ വാഴ്ത്താറുണ്ട്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒരു അത് നെഗറ്റീവിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടി വരും. ഇടയ്ക്കൊരു ഒരു എന്താ പറയാ, ഒരു ഡ്രാമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നന്നായിട്ട് കോമഡി ചെയ്യുന്ന ആളാണ് സിദ്ദിഖ്, നമുക്കറിയാം. ചോട്ടാ മുംബൈ പോലെയുള്ള ഒരുപാട് സിനിമകൾ. പക്ഷെ ഇതിലേക്ക് വരുമ്പോ ഒരല്പം ഡ്രാമാറ്റിക് ആവുന്നുണ്ട്. കോമഡി ചെയ്യാൻ വേണ്ടി പറയിപ്പിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് പല സ്ഥലത്തും തോന്നി. അനാവശ്യമായിട്ടുള്ള സൗണ്ടുകൾ, സൗണ്ട് മോഡുലേഷൻ കൊടുക്കുമ്പോൾ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ ആക്ടർ ബൈജു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു സി ഐയുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെജന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞ സിനിമയിലെ അത്ര ഇമ്പോർട്ടന്റ് ഉള്ള ക്യാരക്ടർ അല്ല, പക്ഷെ ചെയ്തേക്കുന്ന പരിപാടി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിഖില വിമല ഒരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ അസീസ് ഇപ്പോ ജിത്തു ജോസഫും അതുപോലുള്ള ആളുകളുടെയൊക്കെ കൂടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അസീസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നു. സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞ നെഗറ്റീവ്, ഒരു ഭയങ്കര സിനിമയിലോട്ട് പോവാതെ ഒരു ഓക്കെ ഫീല് അതിലോട്ട് ഒതുങ്ങാൻ കാരണം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രിയദർശൻ സിനിമകളിലൊക്കെ കാണുന്ന അതിന്റെ ഒരു വേറൊരു വേർഷൻ, ജിത്തു ജോസഫ് വേർഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രിയദർശൻ അറിയാലോ, ഈ അടുത്ത കാലത്ത് കുറെ മോശം സിനിമകൾ ചെയ്തെങ്കിലും ഫൺ ഫിലിം, കോമഡി ഫാമിലി സിനിമകൾ ചെയ്യാൻ പ്രിയദർശൻ അടിപൊളിയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെട്ടം, അതുപോലെ കാക്കക്കുയില്, അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ പ്രിയദർശൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിയദർശനൊക്കെ ഇങ്ങനെ ലെജൻഡായിട്ട് നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഗംഭീരമായ ഒരു സിനിമ ചെയ്തിട്ട് അതിന്റെ വേറൊരു വേർഷൻ വരുമ്പോൾ ചിലയിടങ്ങളിലൊന്ന് ഒരു താളത്തെറ്റലുണ്ട്. എന്ന് വെച്ചാല് ഈ പറയുന്ന പെർഫോമൻസിലാണെങ്കിലും, പിന്നെ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ഓരോ രീതിയിലും കണക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. സ്ക്രിപ്റ്റ് ഓരോ കഥാപാത്രങ്ങളിലും കണക്ട് ആവുന്നു.
ഓരോ രംഗങ്ങളിലേക്കും കണക്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ ഒരു മിസ്സിംഗ് ഫീല് കാണുന്ന പ്രേക്ഷകന് ഉണ്ട്. ആ മിസ്സിംഗ് ഫീൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷെ അതൊരു ഒരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു ഗംഭീരമായേക്കാവുന്ന ഒരു സിനിമയിൽ നിന്ന് ഒരല്പം പുറകിലോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രിയദർശൻ പടങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള നുണകൾക്കകത്ത് പെട്ടുപോകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കകത്ത് പെട്ടുപോകുന്ന നായകരും നായികയും പിന്നെ അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു പ്രധാന സിറ്റുവേഷൻ നടക്കണമല്ലോ, ഒരു കാരണം വേണ്ടേ ഇതിനൊക്കെ. ആ കാരണത്തിലേക്ക് സിനിമ വളരെ വളരെ പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ ആ പ്രധാന കാരണത്തിലേക്ക് കടക്കുന്നുണ്ട്. പല സിനിമകൾക്കകത്തും ഫൺ ഫിലിമുകൾക്കകത്തും നമ്മൾ കാണുന്നത് കുറെ സാധനങ്ങളൊക്കെ കഥാപാത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ സിനിമയുടെ ലെയറിലേക്ക് കടക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പ്രധാന കാരണം ആ പ്രമേയത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം തുടക്കം തന്നെ ഇട്ടു തന്നിട്ടാണ് ജിത്തു ജോസഫ് കഥ പറഞ്ഞു പോകുന്നത്. അത് ഒരു വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പോയി. പക്ഷെ അൽത്താഫിന്റെ ക്യാരക്ടർ, അൽത്താഫ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ സിനിമയുടെ നായകനായിട്ട് നമ്മുടെ മനോജ് കെ ജൻ വരുന്നു. അവിടെ ഒരു കഥ പറച്ചിലിന്റെ ഒരു രീതിയൊക്കെ പോകുന്നുണ്ട് സിനിമക്കുള്ളിൽ തന്നെ. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ആ സീൻ തന്നെ അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തിരി ഇഴച്ചില് ഫീൽ ചെയ്തു. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ പിന്നെയും സിനിമ കുറേയും കൂടി നന്നായിട്ട് വന്നു. സിനിമയിൽ അധികം സ്പോയിലർ ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ മകനാണ് ബേസിൽ. പപ്പ മരിച്ചതിന് ശേഷം ബിസിനസ് ഏറ്റെടുക്കുന്നു. അവിടെ നിന്ന് ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഒരു ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയേക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് ഒരു പ്രശ്നം വരുന്നു. അവിടെ നിന്ന് സിനിമ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ സിറ്റുവേഷനിലേക്ക് കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വാച്ച് ചെയ്യാൻ കഴിയുന്ന, ഫാമിലിക്കൊക്കെ വന്ന് വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല, ഓക്കെ ഫിലിമായിട്ടാണ് തോന്നിയത്. അപ്പോ ഇന്ന് മറ്റൊരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടിട്ട് അതിന്റെ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ ബൈ.